അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. സഹോദരങ്ങളെ, ഇസ്തിഗ്ഫാറിൻ്റെ പാപമോചനത്തിന് വേണ്ടിയുള്ള തേട്ടത്തിൻ്റെ മനോഹരമായ ദിനങ്ങളിലൂടെയാണ്, രാവുകളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഈ പരിശുദ്ധമായ രാത്രികളിൽ ഇസ്തിഗ്ഫാർ നടത്തുമ്പോൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്താൻ ഏറ്റവും മനോഹരമായ വാക്ക് അല്ലെങ്കിൽ പ്രാർത്ഥന ഏതാണെന്ന് നമ്മൾ ആലോചിക്കണ്ടേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സൂറത്തുൻ നസ്ർ അവതരിച്ച രംഗം ആയിഷ റളിയല്ലാഹു അൻഹ പരിചയപ്പെടുത്തിയിരുന്നുണ്ട്. സൂറത്തുൻ നസ്ർ ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്ന് തുടങ്ങുന്ന അധ്യായമാണല്ലോ. അതിന് അവസാനത്തെ വാചകം നമുക്കറിയാം. ജനങ്ങളൊക്കെ ദീനിലേക്ക് വരുന്നത് കണ്ടാൽ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു. 3 കാര്യം ഇവിടെ ഈ ആയത്തിൽ ഒന്നിച്ചു ചേർത്ത് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സൂറ അവതരിച്ച ശേഷം ഏറ്റവും കൂടുതൽ പറഞ്ഞിരുന്നത് സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മഗ്ഫിർലി എന്നായിരുന്നു. ഇത് തന്നെയാണ് ഏറ്റവും നല്ല കടുപ്പമുള്ള ഇസ്തിഗ്ഫാറിന് വേണ്ടിയുള്ള വാക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സൂറ അവതരിച്ച ശേഷം നബിയുടെ സുജൂദിലും റുകൂഇലും ധാരാളമായി വർദ്ധിപ്പിച്ചിരുന്നത് ഇതായിരുന്നു. എന്തുകൊണ്ടാണെന്നറിയാമോ? ഇതില് തസ്ബീഹും ഹംദും ഇസ്തിഗ്ഫാറും ഒന്നിച്ചു വന്നിട്ടുണ്ട്. തസ്ബീഹ് അതാണല്ലോ ആദ്യം പറഞ്ഞത്, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക. തസ്ബീഹ് എന്താ? തസ്ബീഹ് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന എല്ലാ തിന്മകളിൽ നിന്നും അള്ളാഹു നമുക്ക് വിധിച്ചിട്ടുള്ള തിന്മകൾ പോലും മാറ്റാനുള്ളതാണ് തസ്ബീഹ് എന്ന് പറയുന്നത്. അത് സൂറത്തു സ്വാഫാത്തിൽ യൂനുസ് നബിയുടെ കഥ പറയുന്നിടത്ത് പറയുന്നുണ്ട്, ഫലൗല അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ ലലബിഥ ഫീ ബത്നിഹി ഇലാ യൗമി യുബ്അസൂൻ. അദ്ദേഹം തസ്ബീഹ് ചെയ്യുന്നവരുടെ കൂട്ടത്തിലല്ലായിരുന്നുവെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പ് നാൾ വരെ ആ മത്സ്യത്തിന്റെ വയറിൽ കഴിഞ്ഞുകൂടേണ്ടി വരുമായിരുന്നു എന്ന്. നോക്കൂ, ഇവിടെ അദ്ദേഹത്തെ പരിചയപ്പെടുത്തി പറഞ്ഞത് ഫലൗലാ കാന മിനൽ അംബിയ എന്നല്ല, അംബിയാക്കന്മാരുടെ കൂട്ടത്തിലായിരുന്നു എന്നല്ല, അല്ലെങ്കിൽ ഫലൗലാ കാന മിനസ് സാലിഹീൻ എന്നല്ല, മറിച്ച് ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ എന്നാണ്. തസ്ബീഹ് അതിനു വേണ്ടിയുള്ളതാണ്. രണ്ടാമത്തേത് ബിഹംദി റബ്ബിക. ഹംദാണ്. ഹംദ് എന്താ ചെയ്യുന്നത്? ഹംദ് നമുക്ക് നിഅമത്തുകൾ വർദ്ധിപ്പിച്ചു തരുന്നു, അല്ലെ? നിഖ്മത്തുകളിൽ നിന്ന് അഥവാ ശിക്ഷകളിൽ നിന്ന് നമ്മളെ വിദൂരമാക്കുന്നു. ശുക്ർ സത്യത്തിൽ ഹംദ് കൊണ്ടാണല്ലോ സംഭവിക്കുന്നത്. മൂന്നാമത്തേത് ഇസ്തിഗ്ഫാറാണ്. എന്താണ് ഇസ്തിഗ്ഫാർ സഹോദരങ്ങളെ? അത് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ അദാബിൽ നിന്ന് നമ്മളെ സുരക്ഷിതമാക്കുന്ന ഒരു കവചമാണ് ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ സൂറത്തു അൻഫാലിൽ അള്ളാഹു പറയുന്നത്, വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. അവർ ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കെ അള്ളാഹു അവരെ ശിക്ഷിക്കുകയില്ല എന്ന്. അപ്പൊ നോക്കൂ, ഒരു തിന്മ മനുഷ്യൻ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ അവൻ ശിക്ഷക്കർഹനായിത്തീരുന്നു. എന്നാൽ ആ ശിക്ഷയിൽ നിന്ന് അവൻ രക്ഷപ്പെടുന്നത് ഇസ്തിഗ്ഫാറോടുകൂടിയാണ്. അപ്പൊ ഇസ്തിഗ്ഫാർ നമ്മളെ സംബന്ധിച്ചിടത്തോളം സമാധാനമാണ്, സന്തോഷമാണ്, ദുഃഖങ്ങളിൽ നിന്നുള്ള കരകയറ്റമാണ്. വല്ലാത്ത ഒരു സെക്യൂരിറ്റി നമുക്ക് അള്ളാഹുവിൽ നിന്ന് ഇസ്തിഗ്ഫാർ നൽകുന്നു എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തസ്ബീഹും ഹംദും ഇസ്തിഗ്ഫാറുമുള്ള ഈ വാക്കായിരിക്കണം നമുക്ക് ഈ നാളുകളിൽ ഏറ്റവും മനോഹരമായി പറയാനാകേണ്ടത്. നമ്മുടെ സുജൂദിലും റുകൂഇലുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വർദ്ധിപ്പിച്ചതുപോലെ ഈ വാക്ക് വർദ്ധിപ്പിക്കുക. സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി. അല്ലാഹു ഇസ്തിഗ്ഫാർ ലഭിക്കുന്നവരിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ.